മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. അതാണ് ഒന്ന് രണ്ട് നാടുകളായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഈ കേസിലെ പ്രതികളായിരുന്ന പ്രഗ്യാനന്ദ് ഠാക്കൂർ എന്ന് പറയുന്ന സന്യാസിനി, അമ്മീഷാനന്ദ എന്ന് പറയുന്ന സന്യാസി, ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ അടക്കമുള്ള പ്രതികളൊക്കെ അവർക്കെതിരെ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലേഗാവ് സ്ഫോടനം നടന്നത് 2007 2 സ്ഫോടനങ്ങളാണ് നടന്നത്. അത് ഹിന്ദു തീവ്രവാദികളായ ആളുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സ്ഫോടനങ്ങളായിരുന്നു എന്ന് ഇവിടെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് പല തെളിവുകളും അന്നത്തെ പ്രോസിക്യൂട്ടർമാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കണ്ടെത്തി കോടതിയുടെ മുമ്പാകെ നിരത്തിയിട്ടുള്ളതുമാണ്. അങ്ങനെ ഈ കേസ് വിചാരണ നീണ്ടുപോയി ഏകദേശം 10-17 വർഷങ്ങൾ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇവർക്കെതിരെ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വെറുതെ വിട്ടു. ഇന്ത്യ രാജ്യത്ത് എത്ര വലിയ ക്രിമിനൽ കുറ്റം ചെയ്താലും, എത്ര വലിയ കൊടിയ കുറ്റം ചെയ്താലും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുകൾ നമ്മുടെ നിയമ സംവിധാനത്തിലും നമ്മുടെ പോലീസ് സംവിധാനത്തിലും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരാൾ ഒരു വലിയ കൊടും ക്രൂരത കുറ്റം ചെയ്തു കഴിഞ്ഞാലും അയാളാണ് ആ കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രം പോരെ, അത് നിരുപാധികം തെളിയിക്കപ്പെടണം എന്നതാണ് വസ്തുത. എങ്കിലേ അയാൾക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ. ഇവിടെ പണവും പ്രതാപവും സ്വാധീനവുമുള്ള ആളുകളൊക്കെ തങ്ങളുടെ സമ്പത്ത് സ്വാധീനം ഉപയോഗിച്ച് എത്ര വലിയ കൊടിയ കുറ്റങ്ങൾ ചെയ്താലും രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചകൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയാൽ, പട്ടാപ്പകൽ ഒരുത്തനെ കുത്തിമലർത്തിയാൽ, ആ കേസിൽ നിന്നൊക്കെ ഇപ്രകാരമുള്ള പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. പ്രത്യേകിച്ച് സമ്പന്ന വിഭാഗങ്ങൾ. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവനാണ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവന് രക്ഷപ്പെട്ടു പോവുക ഒരിക്കലും സാധ്യമല്ല. അവനെതിരെ എല്ലാ നിയമങ്ങളും എല്ലാ പഴുതുകളും അടച്ച് അവനെ ജയിലിലടുക്കുക തന്നെ ചെയ്യും. പക്ഷെ സമ്പന്നരെ സ്വാധീനമുള്ളവരെ സംബന്ധിച്ച് കഥ ഇതല്ല. ബാബരി മസ്ജിദ് തകർത്ത കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഗുജറാത്ത് കൂട്ടക്കൊലയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. ഇതുപോലെ വിജയ് മല്യ, നീരവ് മോദി മുതലായ ആളുകൾ കോടിക്കണക്കിന് രൂപ തട്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് മുങ്ങിയ ചരിത്രവും നമുക്കറിയാം. ഒരു പാവപ്പെട്ടവനാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിപ്പോയത് എങ്കിൽ അവൻ ഏത് ഉഗാണ്ടയിൽ പോയി ഒളിച്ചാലും നമ്മുടെ നിയമ സംവിധാനവും നമ്മുടെ അന്വേഷണ സംവിധാനവും അവരെ പൊക്കിക്കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. 1982 മുങ്ങിയ സുകുമാരക്കുറുപ്പിന്റെ കാര്യം മാത്രമാണ് ഇതിനൊരു അപവാദമായിട്ട് നിൽക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവന് ശിക്ഷ കിട്ടണമെങ്കിൽ അവൻ ചെയ്ത കുറ്റം നിരുപാധികം തെളിയിക്കണം. അവരല്ലാതെ മറ്റാരുമല്ല ഈ കുറ്റം ചെയ്തത് എന്ന് നിരുപാധികം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അവർക്ക് ശിക്ഷ ലഭിക്കുകയുള്ളൂ. ഇവിടെ പ്രഗ്യാ സിംഗ് ഠാക്കൂർ, അതുപോലെ അമ്മീഷാനന്ദ്, ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരായിട്ടോ അല്ലെങ്കിൽ അംബാനിമാരായിട്ടോ ആസ്തിയുള്ളവരായിട്ടോ ഒന്നുമല്ല ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. മറിച്ച് അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയ സംവിധാനത്തെയാണ്, രാഷ്ട്രീയ സംവിധാനത്തെയാണ്. ഇന്ത്യ ഭരിക്കുന്നവർക്ക്, ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നവർക്ക് ഒക്കെ വേണ്ടപ്പെട്ടവരാണ് ഈ കുറ്റവാളികൾ എന്നതുകൊണ്ട് അവർ ഇവിടെ നിരുപാധികം രക്ഷപ്പെട്ടു പോവുകയാണ്. ഇവിടെ
ഇന്ത്യ രാജ്യത്തെ നിയമസംഹിത എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു പോയിട്ടുള്ളതാണ്. അതേ സംഹിതകളാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ബ്രിട്ടനിലൊക്കെ നിയമസംഹിത കാലാനുസൃതമായിട്ട് മാറ്റം വന്നു. അവിടെ നിയമ പുരോഗതിയൊക്കെ വളരെ ത്വരിതഗതിയിൽ നടന്നു. അവിടെ വർത്തമാനകാലത്തിനനുസരിച്ച് അവിടെ നിയമസംഹിതകളൊക്കെ പരിഷ്കരിക്കപ്പെട്ടു. അതുകൊണ്ട് അവിടെയൊക്കെ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്രകാരം വലിയ ശിക്ഷകളൊക്കെ ലഭിക്കും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ നമുക്ക് തന്നിട്ടുള്ള നിയമസംഹിതകൾ നമ്മുടെ രാജ്യത്ത് 1948 അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഗോവിന്ദചാമിയെപ്പോലും രക്ഷിച്ചു കൊണ്ടുപോകാൻ ഇന്ത്യ രാജ്യത്ത് നിയമപരമായ പഴുതുകളുള്ളത്, അതിനിവിടെ ആളുകൾ ഉള്ളത്. നമ്മുടെ രാജ്യത്ത് നീതിയും നിയമവും ഒക്കെ പാവപ്പെട്ടവന് ഒരു വഴിക്കും പണക്കാരന് മറ്റൊരു വഴിക്കും എന്നുള്ളതാണ്. സ്വാധീനവും സമ്പത്തും രാഷ്ട്രീയ പിടിപാടുമില്ലാത്തവരൊക്കെ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അവരുടെ വിചാരണ അങ്ങനെ നീണ്ടു പോകും. അങ്ങനെ വിചാരണ നടക്കാതെ കുറ്റകൃത്യം തെളിയിക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യാതെ എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അത് നമുക്കറിയാം. ഇവിടെ വിദേശികളായ സായിപ്പന്മാരൊക്കെ മയക്കുമരുന്ന് കേസിലൊക്കെ പിടിക്കപ്പെട്ട് കേരളത്തിലെ ജയിലുകളിൽ പോലും ഗോതമ്പുണ്ടക്ക് മാവ് കുഴച്ച് 20-25 വർഷങ്ങളും കഴിച്ചുകൂട്ടി ഇപ്പോഴും തുടരുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം. പാവപ്പെട്ട അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത ആളുകളൊക്കെ ക്രിമിനൽ കുറ്റം ആരും ചെയ്യും. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന വ്യത്യാസമില്ല. പക്ഷേ സ്വാധീനമില്ലാത്ത ആളുകളൊക്കെ ഇപ്രകാരമുള്ള കേസുകളിൽ പിടിപെട്ടാൽ ഇന്ത്യ രാജ്യത്ത് എന്താണ് സംഭവിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. അവരെ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന സന്ദർഭത്തിലോ മറ്റോ ഒരു രക്ഷപ്പെടൽ നാടകം ഉണ്ടാക്കി, ഒരു വ്യാജ ഏറ്റുമുട്ടൽ നാടകം ഉണ്ടാക്കി അവരെ നമ്മുടെ നിയമസംവിധാനം, നമ്മുടെ പോലീസ് സംവിധാനം അങ്ങ് വെടിവെച്ച് കൊന്നുകളയും. അങ്ങനെയാണ് ഇവിടെ നീതി നടപ്പിലാക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. നീതി ദേവത എപ്പോഴും കണ്ണുമൂടി കെട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. അത് എന്നോ അങ്ങനെ തന്നെയായിരിക്കും. പലർക്കും പല വിധത്തിലായിരിക്കും നിയമം നടപ്പിലാക്കപ്പെടുക, അനുഭവിക്കപ്പെടുക. അതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ. ഒരിക്കൽ കൂടി സ്വരാജിന്റെ പ്രസ്താവന നമ്മളിവിടെ എടുത്തു പറയുകയാണ്. വർത്തമാനകാല ഇന്ത്യയിൽ ഇപ്രകാരമുള്ള വിധിന്യായങ്ങളല്ലാതെ നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ചോദിക്കാം.